ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ്. ഗൈസ്, അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാടിലോട്ട് പോയാൽ ഗൈസ്. അപ്പോഴത്തേക്കും എന്താ പറയുക, പോയിട്ട് വരാം ഗായ്സ്. അപ്പോൾ നമുക്കിനി ശ്രീജിൻ്റെ വീട്ടിൽ പോകണം ഗൈസ്. ശ്രീജിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെയാണ് ഹാൾ ടിക്കറ്റ് ഉള്ളത്. അവിടെ നിന്ന് ഹാൾ ടിക്കറ്റ് എടുക്കണം. അവിടെ നേരത്തെ പറഞ്ഞു ഹാൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് 6-ാം തീയതി പരീക്ഷ തുടങ്ങുകയാണ് ഗൈസ്. അതിനുള്ള ഹാൾ ടിക്കറ്റ് ഗായ്സ്. അങ്ങനെ നമ്മളിപ്പോൾ ശ്രീജിൻ്റെ വീട്ടിൽ എത്തി ഗൈസ്. ഇവിടെ നിന്ന് ഹാൾ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് ഓഫ് ടു തിരുവനന്തപുരം. നമ്മളിപ്പോൾ ശ്രീജിൻ്റെ വീട്ടിൽ നിന്ന് ഹാൾ ടിക്കറ്റ് വാങ്ങിച്ചു. ഇതാണ് ഹാൾ ടിക്കറ്റ്. ഇനി ഓഫ് ടു തിരുവനന്തപുരം. നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പ് വരെ പോവുകയാണ് ഗൈസ്. ചെറുക്കനൊരു എക്സാം ഉണ്ടായിരുന്നു, അത് എഴുതാൻ പറ്റാതെ തന്നെ മൂഡ് ഓഫ് ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശ്രീജിന് വേറൊരു വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഗൈസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ശ്രീജിൻ്റെ അവിടെ താങ്ക്സ് പറഞ്ഞ് പോവുകയാണ് ഗൈസ്. നമുക്കിനി ബസ് സ്റ്റോപ്പിൽ കാണാം. ശരിയടാ ഗൈസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ബസ്സിന് വേണ്ടി ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. നമുക്ക് പോകാണ്ട് ബസ് അങ്ങ് ദൂരെ എന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് നമുക്ക് പോകാനുള്ള ബസ്. ഞാൻ ബസ്സിൽ കയറിയപ്പോഴത്തേക്ക് ഗൈസ് കണ്ടക്ടർ ഇരിക്കുന്ന സീറ്റ് എടുത്ത് മാത്രമേ വിൻഡോ സീറ്റ് ഒഴിവ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ കയറിയിരുന്നു. പക്ഷെ അവർ വന്നപ്പോഴത്തേക്കും എന്നെ പറഞ്ഞ് ബാക്കിലോട്ടാക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓപ്പോസിറ്റിൽ നല്ല ഇറങ്ങിപ്പോയി ഗൈസ്. അപ്പോഴത്തേക്കും ഞാൻ അവിടെ പോയിരുന്നു. വിൻഡോ സീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് വേറൊരു വൈബാണ് ഗൈസ്. വീഡിയോ എടുത്തോണ്ടെങ്കിലല്ലേ ഈ കൊച്ചി ഇവിടെ കേരളത്തിലുള്ളതല്ല, പുറത്തോട്ടുള്ളതാണ്. കുറച്ച് നേരത്തെ ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പോഴത്തേക്കും ഈ കൊച്ചിന് മലയാളം എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് അറിയാം. എൻ്റെ ഇംഗ്ലീഷ് വെച്ച് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ഥലമൊക്കെ കാണാൻ വന്നതാണ്. ഇപ്പോൾ ലുലു മാളെന്തോ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ 5 മണിക്ക് എത്തി. ഞാനിപ്പോൾ 7 മണി ആവാറായപ്പോഴാണ് ഗൈസ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ. പാലക്കാടുള്ള ചെറുക്കൻ ബോളി വാങ്ങോട്ടെ. പാലക്കാട് ബോളി നിങ്ങൾ എപ്പോഴെങ്കിലും ഇതേപോലെ ട്രെയിനിങ്ങനെ ചുമ്മാ പോണ കണ്ടുണ്ടോ ഗൈസ്? ഗൈസ്, അത് എഞ്ചിൻ ഇല്ലാത്തതുകൊണ്ടല്ലോ. ഈ ട്രെയിനിൻ്റെ അങ്ങ് അറ്റത്തൊന്ന് എഞ്ചിൻ വെച്ച് ഇങ്ങോട്ട് തള്ളണയാണ്. ചെറുക്കനെല്ലാം ചൂടോടെ ബോളി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പിറകിൽ കഥയുണ്ടാകും. നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ഗായ്സ്, നമ്മൾ ആദ്യം ഒരു കടയിൽ കയറി ബോളി വെച്ചപ്പോഴത്തേക്ക് അവിടെ ഒരു പാക്കറ്റ് ബോളി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ നടന്ന് അടുത്ത് ബോളി അന്വേഷിക്കുന്ന പോവുകയാണ് ഗൈസ്. പല കടകളിലും കയറി ചോദിച്ചു. അപ്പോഴത്തേക്ക് അവിടെ ബോളിയൊക്കെ തീർന്നു എന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഒരാൾ പറഞ്ഞു അവിടെ കേക്കോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഫ്രഷ് ആയിട്ട് ബോളിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലമുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഒച്ച പിടിച്ച് ഗൈസ് കേക്കോട്ടേക്ക്. അവിടെ പോയി കുറച്ചു നേരം തിരഞ്ഞപ്പോഴത്തേക്ക് സ്ഥലം മനസ്സിലായി. ഇതാണ് ആ സ്ഥലം. അങ്ങനെ അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് ബോളിയൊക്കെ വാങ്ങിച്ച് ബാഗിൻ്റെ അത് വെച്ച് ലൈം കുടിക്കാൻ കയറി. അങ്ങനെ ലൈമൊക്കെ കുടിച്ച് തമ്പാനൂരിലോട്ട് നടന്നു പോവുകയാണ് ഗൈസ്. അങ്ങനെ കുറച്ചു നേരം നടന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം ഇരുന്നായിരുന്നു. എന്നിട്ട് 6:45 ആയപ്പോഴത്തേക്കും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറി. റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്കും എൻ്റെ മോനെ ആട്ടാര സീനറി എന്ന് പറഞ്ഞാൽ ആട്ടാര സീനറി. ട്രെയിനാണ് കേസ് ഇത് അടക്കണം. ആദ്യം കയറിയപ്പോൾ തന്നെ മുകളിൽ സീറ്റ് പിടിച്ച് കേസ്, എങ്കിലും കിടന്ന് ഉറങ്ങാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ പാലക്കാട് ജംഗ്ഷൻ എത്തി. ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് ഫോൺ ചാർജ് ചെയ്തിട്ട് കൊടുത്തോളൂ. എന്തോ കേസ് എക്സ്പിലേറ്റർ വർക്ക് ആവണില്ല. നമ്മളിപ്പോൾ ഫോണൊക്കെ ചാർജ് ചെയ്ത് ഇവിടെ നിന്ന് വെളി ഇറങ്ങി ഒന്നും കഴിച്ചിട്ട് വരാം. രാവിലെ കട തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴത്തേക്ക് ഇവിടെ നൂലപ്പവും കടലക്കറി ഉണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചുകൊണ്ട് പോവുകയാണ് ഗൈസ്. നമുക്കിനി നേരെ പോകേണ്ട സ്റ്റേഡിയത്തോട്ടാണ്. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ സ്റ്റേഡിയം എത്തി. അപ്പോഴത്തേക്ക് ഇവിടെ ഒരു സീനി വ്യൂ ഉണ്ട് ഗൈസ്. കാണിച്ചത് ഗൈസ് അങ്ങ് ദൂരെ കാണില്ലേ, അത് മലയിൽ ഇങ്ങനെ കോടയൊക്കെ ആയിട്ട് കിടക്കണേ. ഇത് പുതിയ വണ്ടിയാണ് ഗൈസ്. ആദ്യത്തെ ഓട്ടാണ്ട് ലഡു ഒക്കെ തന്നു. ഞാൻ അവിടെ നിന്നൊക്കെ പറയണുണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടാത്തതുകൊണ്ടാണ് ഗൈസ് സെക്കൻഡ് വോയിസ് ആഡ് ചെയ്തത്. നമ്മളിപ്പോൾ കോളേജിലോട്ട് പോകണ സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി. ഇനി കോളേജിലോട്ട് നടന്നു പോകണം ഗൈസ്. നമ്മളിപ്പോൾ പോളിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഗായ്സ് അങ്ങനെ നമ്മളിപ്പോൾ ഫൈനലി നമ്മളെ കോളേജിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി കുറേ പഠിക്കാനുണ്ട് ഗൈസ്. നാളെ പരീക്ഷയാണ്. നാളെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് അതിന് കുറേ പഠിക്കണം. ഇതുവരെ നോക്കിയിട്ടില്ല ഗൈസ്. ഇനി വേണം പഠിക്കാൻ. ഇനി നമുക്ക് ഹോസ്റ്റലിലോട്ട് പോകാം. നല്ല പീസ്ഫുള്ളായിട്ട് അന്തരീക്ഷം ഗൈസ്. പിള്ളേരൊന്നും ഇല്ലാത്ത നല്ല സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം. ഇനി അപ്പോൾ ഹോസ്റ്റലിൽ പോയി കിടന്നൊന്ന് ഉറങ്ങണം. അത്യാവശ്യം നല്ല ക്ഷീണമുണ്ട്. ഓടിപ്പോണല്ലോ ഈ പട്ടി. ഇതാണ് ഗൈസ് മാർക്കോ. അങ്ങനെ നമ്മളിപ്പോൾ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലെത്തി ഗൈസ്. ഇതാണ് ഗൈസ് നമ്മളെ ഹോസ്റ്റല് ഗായ്സ്. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിലത്തെയും കോളേജിലത്തെയും കുറേ വിശേഷങ്ങളായിട്ടൊക്കെ വീണ്ടും വരും. അപ്പോൾ അതുവരത്തേക്കും സീ യു സൂൺ.